ബസന്ത് വിവരങ്ങളുമായി ചേരുന്നു. ബസന്ത്, എന്താണ് ഈ തർക്കത്തിന് ആധാരമായത്? ഈ വിഷയത്തിലൊക്കെ ഇവർക്കൊക്കെ ഒരു നിലപാടാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് അവിടെ ഒരു തർക്കമുണ്ടായി എന്ന റിപ്പോർട്ടുകൾ? ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഈ CJP നടത്തുന്ന നിരാഹാര സ്ഥലത്തേക്ക് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ ആരും തന്നെ പോയിരുന്നില്ല. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ആണ് പവൻ ഖേര ഒന്ന് പോയത്. രാഹുൽ ഗാന്ധിയോ മറ്റു മുതിർന്ന നേതാക്കളോ ആരോ തന്നെ അവിടെ പോകാനോ ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ തയ്യാറാകാത്ത ഒരു പശ്ചാത്തലമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഛാത്രോം കി ഗൂഞ്ച് എന്ന പേരിൽ ഈ വിഷയത്തിൽ നീറ്റ് പരീക്ഷ ചോദ്യ പേപ്പർ അടക്കമുള്ള ചോർച്ചകളിൽ ഒരു സമരവും നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമരത്തെ അട്ടിമറിക്കാനുള്ള BJP സംഘപരിവാർ നീക്കമാണ് ഇത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം ഇന്ന് ഇന്ത്യ സഖ്യ യോഗത്തിൽ വന്നത്. അത് അവിടെ ഒരു പ്രധാന നേതാവ് ഉന്നയിക്കുകയും ചെയ്തു. ഇത് BJP സ്പോൺസേർഡ് ആണ്, RSS സ്പോൺസർ ചെയ്തൊരു പരിപാടിയാണ് എന്നുള്ളത്. ഇതിനെതിരെ ആ യോഗത്തിൽ പങ്കെടുത്ത ഒരു CPM നേതാവ് അതിനെ എതിർത്തു. അങ്ങനെയല്ല, എല്ലാ പാർട്ടികൾക്കും ഒരഭിപ്രായം പറയാൻ അല്ലെങ്കിൽ നിലപാടെടുക്കാൻ അവകാശമുണ്ട് എന്നുള്ള തരത്തിൽ പരാമർശങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്നുള്ള പേരിൽ അണ്ണാ ഹസാരെയും സമാനമായ ഒരു സമരം നടത്തുകയും ചെറുപ്പക്കാർ വരികയും ഒക്കെ ചെയ്തൊരു പശ്ചാത്തലം കൂടി ഇതിനുണ്ട്. അന്ന് മൻമോഹൻ സിംഗിന്റെ സർക്കാരായിരുന്നു അതിനൊരു കാഷ്വാലിറ്റി ആയത്. അപ്പോൾ ഇത്തരം സമരങ്ങളെ ഒരു ചാല് കീറി വിടുക എന്നുള്ളതാണ് BJPയുടെ നീക്കം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. അതായത് ജന്തർ മന്ദറിനും ചുറ്റുവട്ടത്തും മാത്രം ഒതുങ്ങുന്ന ഒരു സമരമായി ഇത് മാറി. അത് ദേശീയവ്യാപക സമരത്തിലേക്ക് കോൺഗ്രസ് നീങ്ങിയപ്പോഴും ഇത് ജന്തർ മന്ദറിന്റെ ചുറ്റുവട്ടത്തേക്ക് ഒതുക്കാനുള്ള ഒരു BJP തന്ത്രം മാത്രമാണ് ഈ CJP സമരം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രധാന ആരോപണം.